ഹായ്, ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേഴ്സൺ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. മീറ്റിംഗ്സിന് വേണ്ടിയൊക്കെ ലോങ് ഡ്രൈവൊക്കെ ഒരുപാട് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന ആളാണ്. അതുപോലെ ബൈക്ക് ഒരുപാട് ഓടിക്കുന്ന ആളാണ് വളരെ ചെറുപ്പം മുതൽ. അപ്പം പിന്നെ നമ്മുടെ ഇപ്പോൾ സിനിമാ പ്രാന്തിൻ്റെ ഓഫീസിലൊക്കെ ആണെങ്കിലും ഒരുപാട് സമയം ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് 40 വയസ്സ് കഴിഞ്ഞപ്പം ഒരു ചെറിയൊരു നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ ഒരു ചെറിയൊരു പെയിൻ വന്നു തുടങ്ങി. അതായത് കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ ചെറിയൊരു ഇവിടെ തലയുടെ ബാക്കിൽ നിന്നൊരു പെയിൻ താഴത്തോട്ട് വരുന്ന പോലെയും എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് നമ്മൾ വോക്കിനെയൊക്കെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്ത് തുടങ്ങി. ഒരുപാട് നേരം സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഇരിക്കാൻ അപ്പോൾ ആ പെയിൻ വരുന്നുണ്ട്. ചില സമയത്ത് എൻ്റെ പെടലി ഉളുക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ ഉറങ്ങാൻ കിടക്കുന്ന പൊസിഷൻ്റെ പ്രശ്നം, ഇരിക്കുന്ന പ്രശ്നം എന്തോ പ്രശ്നത്തിലായിരുന്നു തോന്നി. എന്നാലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഇത് വരാൻ തുടങ്ങി. ഈ പെടലി ഉളുക്കി കഴിഞ്ഞാൽ 2-3 ദിവസം നമുക്ക് തലയിൽ തിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇബാദ് ബൈ, നമ്മുടെ പ്രശസ്ത വ്ളോഗർ ഇബാദ് ബൈ പരിചയപ്പെടുന്നത്. അൻവർ എന്നാണ് ആ തെറാപ്പിസ്റ്റിൻ്റെ പേര്. ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്മുടെ വൈറ്റിലുള്ള ആക്റ്റീവ് ലൈഫ് തെറാപ്പി സെൻറ്ററിൽ പോയി പുള്ളിയെ കണ്ടു. പുള്ളി എന്നെ അപ്പോൾ തന്നെ പുള്ളി ഭയങ്കര കട്ടയാണ് ആൾ. അപ്പം പുള്ളി എന്നെ നേരെ എൻ്റെ അടുത്ത് ജസ്റ്റ് എൻ്റെ ഈ ഷോൾഡർ പിടിച്ച് ഇടുകയും ഒരു ചെറിയൊരു കാര്യങ്ങൾ പുള്ളി ചെയ്യുകയും ചെയ്തു. എനിക്കൊരു 1 ഹവറിനുള്ളിൽ ഭയങ്കരമായിട്ട് റിലീഫും പിന്നെ എനിക്ക് ആ പെയിൻ അനുഭവപ്പെട്ടിട്ടുമില്ല. അപ്പോൾ പുള്ളി എൻ്റെ കൈക്ക് എൻ്റെ വെയിനൊക്കെ പിടിച്ച് നോക്കിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല എന്നെ കിടത്തി ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് എൻ്റെ പോസ്റ്റർ ശരിയല്ല, ഞാൻ ഇരിക്കുന്ന സ്റ്റൈല് ശരിയല്ല, ഞാൻ സ്റ്റാൻഡ് ചെയ്യുന്നത് ശരിയല്ല, ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ പെയിൻ്റെയൊക്കെ കാരണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് ഇല്ലെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു വൈബെല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പം എനിക്ക് നിങ്ങൾ അദ്ദേഹത്തെ പരിചയപ്പെടണമെന്ന് തോന്നി. നമുക്ക് അദ്ദേഹത്തിൻ്റെ തെറാപ്പി സെൻറ്ററിൽ നിന്ന് പോകാം, അദ്ദേഹത്തെ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താം. എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾക്ക് ഇങ്ങനത്തെ പെയിൻ അനുഭവിക്കുന്ന നടുവേദന ഇല്ലെങ്കിൽ കാലുവേദന ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയ പോസ്റ്റർ കറക്ഷനിലൂടെ അതൊക്കെ റെഡിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിത് ഭയങ്കരമായിട്ട് റിലീഫ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അദ്ദേഹം നമുക്കൊന്ന് പോയി കാണാം. എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്, നമുക്ക് ചോദിക്കുകയും ചെയ്യാം. ഹായ്. ഹലോ ഡോക്ടർ. ഹലോ. എന്താണ് വിശേഷങ്ങൾ? നല്ലതന്നെ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് മുമ്പ് ഇതൊരിക്കലും ഒരു പ്രൊമോഷണൽ വീഡിയോ ഞങ്ങൾ തമ്മിൽ ഭയങ്കര വലിയ ഒരു നാളത്തെ പരിചയമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച വളരെ നേരത്തെ പറഞ്ഞ പോലെ ഇബാദ് ബായുടെ റെഫറൻസ് ഇവിടെ വരികയും എൻ്റെ ഭയങ്കരമായിട്ട് എന്നെ ഫീൽ ചെയ്തിട്ടൊരു പെയിൻ വളരെ ഈസിലി, അതായത് ഒട്ടും ഒരു എഫേർട്ട്ലെസ് ആയിട്ട് അത് കളഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായിട്ടും തിരിച്ച് അൻവർ ബായിക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. ഇല്ലെങ്കിൽ അൻവർ ബായെ കുറിച്ച് എനിക്കറിയാവുന്ന ആൾക്കാർക്ക് അറിയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് അൻവർ ബായെ കുറിച്ചും ആക്റ്റീവ് ലൈഫ് തെറാപ്പിയെക്കുറിച്ചും ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അൻവർ ബായ്, ഇതെങ്ങനെയാണ് നിങ്ങൾ എൻ്റെ മർമ്മത്തിൽ എൻ്റെ നാടി ഇങ്ങനെ പിടിച്ച് നോക്കിയിട്ട് കംപ്ലീറ്റ് എൻ്റെ ബ്ലഡ് റിസൾട്ട് മൊത്തം പറഞ്ഞത് അതെങ്ങനെയാണ്? അത് നമ്മൾ ഓരോ ഓർഗൻ്റെ പൾസ് നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ലെവലിലാണ് നിങ്ങൾക്ക് എന്തൊക്കെ ഡിസീസ് വരാം, ഏതൊക്കെ സർക്കുലേഷൻ കുറവുണ്ട് എന്ന് നമ്മൾ നോക്കിയിട്ട് പറഞ്ഞു തരുന്നത്. അതെങ്ങനെ ഇത്ര ആക്യുറേറ്റ് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്? അത് എക്സ്പീരിയൻസ്. ഇപ്പം എത്ര എക്സ്പീരിയൻസ്? ഇതിപ്പോൾ ഏകദേശം ഒരു 10 കൊല്ലത്തോളം തെറാപ്പിസ്റ്റ് ആയിട്ടാണ് അല്ലേ? ഇവിടെ ഇപ്പോൾ ആക്റ്റീവ് ലൈഫ് തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇപ്പോൾ ഞാൻ 10 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യണതാണ്. ഇപ്പോൾ ആക്റ്റീവ് ലൈഫ് തുടങ്ങിയിട്ട് ഇത് 6 കൊല്ലത്തോളമായി. നമ്മുടെ വൈറ്റ് ലൈനിലാണ് ഇവരുടെ ഷോറൂം. വൈറ്റ് ലൈനിലാണ് ഈ ഹോസ്പിറ്റലുള്ളത്. ഭയങ്കര എക്വിപ്ഡ് ആണ്. എനിക്ക് ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഇവിടെ വരുന്നത് എൻ്റെ ഒരു ചെറിയ പെടലി വേദനയായിട്ടാണ്, പെടലി വെട്ടിയിട്ടാണ്. അന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് മസിൽസ് റിലീഫ് ചെയ്ത ശേഷം ഒരു ഇലക്ട്രിക് ഷോക്ക് പോലത്തെ സംഭവം തന്നു. ഇലക്ട്രോ നീഡ്ലിംഗ് ആണ്. അത് നമ്മൾ ക്രാക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുത്തെ സർക്കുലേഷൻ കറക്റ്റ് ആവാനായിട്ടാണ്. അതല്ലെങ്കിൽ ചെറിയൊരു പെയിൻ്റ് ഇൻഡിക്കേഷൻ വരും. അത് സർക്കുലേഷൻ ആവാൻ വേണ്ടിയാണ് നമ്മളത് അങ്ങനെ ചെയ്തത്. ഓക്കെ. അൻവർ, ഞാൻ ഒന്ന് വന്നപ്പം അൻവർ ബായ് എന്നെ കിടത്തി എന്നിട്ട് എൻ്റെ ഫുൾ ബാക്കിലേക്ക് ഒന്ന് ചെക്ക് ചെയ്തു. എന്നിട്ട് പറഞ്ഞു എൻ്റെ സിറ്റിംഗ് പൊസിഷൻ കറക്റ്റല്ല, എൻ്റെ 2 ലെഗിൻ്റെയും ഒരു ലെങ്ത്ത് കുറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ എൻ്റെ സ്റ്റാൻഡിങ് പൊസിഷൻ റിലാക്സിങ് പൊസിഷൻ ഒന്നും കറക്റ്റല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ മീറ്റ് ചെയ്തപ്പോഴും ഞാൻ കാലുമേ കാലിച്ചു പറഞ്ഞു ഇതല്ലെങ്കിൽ നിൽക്കുന്നു പറഞ്ഞു എന്നെ പെട്ടെന്ന് മാറാൻ പറഞ്ഞു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഇതിപ്പോൾ നമുക്കങ്ങനെ ലെഗ് ലെങ്ത്ത് വ്യത്യാസം വരുന്നത് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് നമുക്കത് അങ്ങനെ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാല് നമ്മൾ മുകളിൽ കാല് കയറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ പെൽവിക് ബോൺ, ഇതാണ് പെൽവിക് ബോൺ, ഇത് ഫീമർ ബോൺ, തൊടസ്ഥി എന്ന് പറയും. ഇതിൻ്റെ അകത്തേക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇതിന് 2 mm ഗ്യാപ്പ് ഉണ്ട്. അതിലാണ് നമുക്ക് എന്താവുന്നത് ഈ സ്വിങ് വരുന്നത്. അതായത് നമുക്ക് മടക്കാനും തിരിക്കാനൊക്കെ പറ്റുന്നൊരു ചെറിയ ഗ്യാപ്പാണ്. പക്ഷെ നമ്മളത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 mm ഗ്യാപ്പ് എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് 6 mm ഗ്യാപ്പ് വരാം. അതങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കാല് ചെറുതായിട്ട് ഇറങ്ങിപ്പോകാം. അത് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ മുകളിലുള്ള ബോൺസിനും അതുപോലെ ചെറിയൊരു ടേപ്പർ വരും, അതുപോലെ തന്നെ ബൾജ് വരും. ഇതൊക്കെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ
ഡിസീസാണത് നിങ്ങൾക്ക് വന്നേക്കുന്നത് തന്നെ. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഈ ബൾജിങ് പോണേ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഇവിടെ മെത്തേഡ് ഉണ്ട് ബൾജിങ്. അതായത് ബൾജിങ് വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബൾജ് വന്നു കഴിഞ്ഞാൽ ഈ 2 വെട്ടിപ്പുറം നമ്മൾ ജാമാവും. ഈ ജാമാകുമ്പോൾ അതിൻ്റെ ഇടയിലാണ് വലിയൊരു നെർവ് ഉള്ളത്. ഈ നെർവിൻ്റെ സർക്കുലേഷൻ അപ്പോൾ കറക്റ്റ് ആവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സൈഡിലുള്ള മസിൽസ്, ഓരോ ജോയിൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ കാലിലേക്ക് ഇറങ്ങുന്ന ഈ ഹെയറിൻ്റെ അത്രയും തിക്നെസ് ഉള്ള വെയിൻസ്, ഇതിലേക്കൊക്കെ പോകുന്നത് നമ്മൾ ഇവിടെ നിന്നാണ്, ഈ മെയിൻ നെർവിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ സർക്കുലേഷൻ നടക്കില്ല. അപ്പോൾ കാലിൽ പുകച്ചിൽ വരാം, അതുപോലെ തന്നെ മരവിപ്പ് വരാം, വേദന വരാം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ നെർവാണ് സാറ്റിക്ക. അതിൻ്റെ സർക്കുലേഷൻ നമുക്ക് എന്താവില്ല, കറക്റ്റ് ആവില്ല. അപ്പോൾ നമുക്ക് പല പല ഡിസീസുകൾ നമുക്ക് കയറി വരും. ഇപ്പോൾ ഇത് ഇവിടെ ബൾജ് വന്ന് നമുക്ക് മുകളിലേക്കും നമുക്ക് ചിലപ്പോൾ എന്താ ഒരു പോസ്റ്റർ കറക്റ്റ് അല്ലാതെ വരും. നമ്മുടെ ഇരിക്കുമ്പോൾ നമുക്ക് അവിടെ പ്രയാസം വരുമ്പോൾ നമുക്ക് കാലുമ്പോൾ കാലിയേറ്റിരിക്കും. അപ്പോഴാണൊരു ആശ്വാസം നമുക്ക് വരുന്നത്. കുറച്ച് നേരം കഴിഞ്ഞാൽ ആ കയറ്റി വെച്ച കാലിന് നംനെസ് വരുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ലെഗ് കയറ്റി വെക്കും. ഇതിങ്ങനെ ചെയ്ത് നമുക്ക് പോസ്റ്റർ കറക്റ്റ് അല്ലാതെ, പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്ട്രക്ചർ ചെറുതായിട്ട് ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യും. ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ അവിടെ ഈ കൈഫോസിസ് എന്ന് പറഞ്ഞ ഡിസീസ് നമുക്ക് കയറി വരും. ശീലമാവും. നമ്മൾ എപ്പോഴും ഇരിക്കുമ്പോഴും നേരെ ഇരിക്കില്ല. നമ്മൾ കുറച്ച് നേരം ഇരിക്കും, അതൊക്കെ നമ്മളിങ്ങനെ ഡൗൺ ആയി പോകും. അത് നമ്മൾ താഴ്ത്തുന്നേ വരുന്നതാണ്. അതങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കഴുത്തിൽ വരെ പെയിൻ ഉണ്ടാവും. ഒരു ബോക്സ് നമ്മൾ അടിക്കടിക്ക് വെച്ച് കഴിഞ്ഞാൽ അടിയിലത്തെ ബോക്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ മുകളിലത്തെ ചെറുതായിട്ട് പതുക്കെ കാലക്രമേണ അത് വരുള്ളൂ. നിങ്ങൾക്ക് 14 അതെ. അപ്പോൾ അത് പതുക്കെ അത് അങ്ങനെ വരുന്നതാണത്. അങ്ങനെ ഈ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇൻഡിക്കേഷൻ ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ കഴുത്തിലായിരിക്കും കൂടുതൽ വരുന്നത്. ഇവിടെ ഡിസീസ് ഉണ്ടെങ്കിലും നമുക്ക് കഴുത്തിലായിരിക്കും ചിലപ്പോൾ പെയിൻ വരുന്നത്. അപ്പോൾ ഒരുപാട് ഇരുന്ന് വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ഇൻഫോ പാർക്ക് പോലത്തെ IT കമ്പനി വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോൾ ഈ കൂടുതൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ പൊസിഷൻ കറക്റ്റ് ചെയ്യണം. അതായത് ഡെസ്ക് ജോബ് ചെയ്യുന്നവരാണ് കൂടുതലും നമ്മുടെ ഇവിടെ ഈ ക്ലിനിക്കിൽ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. കാരണം അവരുടെ പോസ്റ്റർ കറക്റ്റ് അല്ലാത്തതുകൊണ്ട്. പോസ്റ്റ് കറക്റ്റ് ചെയ്യാന്നുള്ള എന്തൊക്കെയാണ് നമ്മുടെ ഇവിടെ ഒന്ന് കൈറോപ്രാക്റ്റിക് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. അന്ന് ഞാൻ നിങ്ങളെ ചെക്ക് ചെയ്ത പോലെ, ഡയഗ്നോസിങ് ചെയ്ത പോലെ നമ്മൾ ആര് വന്നാലും നമ്മൾ ഫിസിക്കലി എക്സാമിനേഷൻ ചെയ്യും. അവരുടെ ലെഗ് ലെങ്ത്ത് നോക്കും. നമ്മളവരെ ആ സ്പൈൻ വെർട്ടിബ്രാസ് റബ്ബ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും മിസ്അലൈൻമെൻറ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് നോക്കി അറിയാൻ പറ്റും. അതാണ് ഞാൻ കാണിച്ചു തന്നത്. നമുക്ക് ചില ആൾക്കാർക്ക് 1 ടൈമിൽ തന്നെ നമുക്ക് എന്താണ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഒരു 85% റിട്ടേൺ വരില്ല. പക്ഷെ ചില ആൾക്കാർക്ക് അത് റിട്ടേൺ വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അഡ്വാൻസ് കോഴ്സ് ഉണ്ട്, സ്പൈൻ ആൻഡ് ബോൺ അലൈൻമെൻറ്റ്. അത് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ക്ലിയർ ചെയ്യുന്നവരെ. അത് ചില ആൾക്കാർ ഒറ്റയടിക്ക് നമുക്കത് പോകില്ല. നമുക്ക് ഏജ് കൂടുന്തോറും നമ്മുടെ സ്പൈൻ്റെ ഇത് ടെമ്പർ കൂടി വരും. ടെമ്പർ കൂടി വരുമ്പോൾ അതിൻ്റെ മൊബിലിറ്റി കുറവായിരിക്കും ടെമ്പർ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. പതുക്കെ ചെയ്താണ് അത് ക്ലിയർ ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹെയറിൻ്റെ സ്ക്രാച്ച് ചെയ്യാൻ സാധ്യത, ഹെയർ തിക്നെസ് ഉള്ള സ്ക്രാച്ച് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും പാടില്ല. നമ്മൾ ഓരോരുത്തരെ പൾസും സ്പൈനൊക്കെ ഡയഗ്നോസിങ് ചെയ്തിട്ട് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. അത് ചോദിക്കാം, എൻ്റെ ഒരു ഫ്രണ്ടിന് നടുവിന് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. പോകുന്നില്ല, പുള്ളിക്ക് പണ്ടൊരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്, അതിൻ്റെ പീസ് ഉണ്ടായാണ്. അപ്പോൾ പുള്ളി ഒരു ദിവസം പറഞ്ഞ് ഇന്ന് അർജൻറ്റായിട്ട് മൈസൂരിൽ പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നേരെ, അപ്പോൾ ഞാൻ പറയുന്നത് ഒരാളെ കാണാനുണ്ട്, അവിടെ ഒരാളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മൈസൂരിൽ പോയി ഒരു ഭയങ്കര റൂറൽ ഏരിയയിൽ ഞങ്ങൾ പോകുന്നത് മൈസൂരിൽ. അവിടെ ഒരുപാട് ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറേ എക്സ്ട്രാ സെൻറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ക്ലിനിക്കും ഉണ്ട്. നമ്മളവിടെ പോയി എക്സ്ട്രാ എടുക്കുക, അവിടെ ചെല്ലുക. ഒരാൾ പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ മുതുകത്ത് കുറേ എണ്ണ അങ്ങ് തേക്കുക. ഒരാൾ വന്നിട്ട് ഇയാളുടെ മുതുകിലേക്ക്, ഞാനകത്ത് കയറിയത്, ഇവൻ്റെ മുടിയിലേക്ക് മുട്ട് കുത്തിയിട്ട് എന്തെങ്കിലും ടക്ക് എന്നൊക്കെ ആക്കി അണ്ട് നടക്കൂ ഓടൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കി വിട്ടു. അത് എത്രത്തോളം സേഫാണ്? എനിക്ക് കണ്ടപ്പോൾ പേടി വന്നു ആക്ച്വലി. എത്രത്തോളം സേഫാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? അത് സേഫാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നമ്മൾ ഡയഗ്നോസിങ് ചെയ്തിട്ട് ചെയ്യാൻ പാടുള്ളൂ. അതായത് സ്പൈനും അതുപോലെ തന്നെ പൾസൊക്കെ ഫിസിക്കലി എക്സാമിനേഷൻ ചെയ്തിട്ട്, അതായത് അവർക്ക് സ്ക്രാച്ച് ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം. അതായത് സ്ക്രാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഈ സ്വെല്ലിങ് കയറി വരും. അപ്പോൾ അത് അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനേ പാടില്ല. അതിന് നമ്മൾ മോഡേൺ മെഡിസിൻ നമ്മൾ ചെയ്യണം, എന്നാലും അത് ക്ലിയർ ആവുള്ളൂ. അതല്ലാത്തവർക്ക് നമ്മൾ ഇതുപോലെ തന്നെ നമുക്കതല്ലാതെ തന്നെ മനസ്സിലാവും. ഇതൊരു യൂറോപ്യൻ ടെക്നിക്കാണത്. ഇതിൽ കൈറോപ്രാക്റ്റിക് ബോൺ ആൻഡ് സ്പൈൻ അലൈൻമെൻറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നല്ല റിസൾട്ടാണ്. നമുക്ക് ഈവൻ സ്കോളിയോസിസിന് വരെ നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുണ്ട്. അതായത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സ്പൈൻ സംബന്ധമായിട്ട് ഒരു 3 സൈസ് ഡിസീസ് ഉണ്ട്. അതായത് സ്കോളിയോസിസ്, ലോർഡോസിസ്, കൈഫോസിസ് എന്നൊക്കെ പറയും. അതൊക്കെ നമുക്ക് ഈ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞ പ്രൊസീജിയറിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക്
നേരത്തെ പറഞ്ഞല്ലോ ഈ പോസ്റ്റർ കറക്റ്റ് ചെയ്യാൻ ഇപ്പം നമ്മൾ ഈ IT വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ അതിനൊക്കെ എത്ര നാൾ സമയം എടുക്കും, എത്ര കോസ്റ്റ് എന്നൊക്കെ വരുന്നത്? അത് ഈ സ്ത്രീകളെ സംബന്ധിച്ച് ചിലപ്പോൾ വേഗം ക്ലിയർ ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ബോഡിയാണ്. അതേസമയം പുരുഷന്മാരുടെ കുറച്ച് ഹാർഡായതുകൊണ്ട് വേഗം റിസൾട്ട് കിട്ടില്ല. എന്നാലും ഒരു 50-50 ആണത്. എത്ര സമയം ഡ്യൂറേഷൻ എത്രയായിരിക്കും? അത് ചില ആൾക്കാരുടെ കണ്ടീഷൻ വെച്ചിട്ടാണ് നമുക്ക് ഒരു ടൈം വരുന്നത്. പ്രൈസിംഗ് എല്ലാം അങ്ങനെയാണ് വരുന്നത്? ഇത് പ്രൈസ് അങ്ങനെയല്ല, അതൊരു കോഴ്സായിട്ടാണ് നമുക്ക് ചെയ്യുന്നത്. അതൊരു 5 വീക്കിൻ്റെ കോഴ്സ് ഉണ്ട്, 1 ടൈം ചെയ്യുന്ന പ്രോസസ്സിങ്ങും ഉണ്ട്. അതായത് 5 വീക്ക് ചെയ്യാൻ നമ്മൾ നോക്കുമ്പോഴേ ചിലപ്പോൾ അവർക്ക് ഫിനാൻഷ്യലി ചിലപ്പോൾ പ്രയാസം കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും. അപ്പോൾ നമ്മൾ 1 ടൈം ആദ്യം നമുക്ക് ചെയ്തിട്ട് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ആ ഒരു ലെവൽ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ വരുന്ന ഡിസീസ് എന്താണ്? ഇപ്പോൾ ഇതിനെ ഡോക്ടറെ ഏറ്റവും കൂടുതൽ കൺസൾട്ട് ചെയ്യുന്നത് ഇവിടെ കൂടുതലും ഇവിടെ ലംബാർ ഡിസീസാണ് വന്നത്. അതെ, ബൾജ് കേസാണ് കൂടുതലും വരുന്നത്. എല്ലാം വരും നമുക്ക്, കൂടുതലും ബൾജാണ്. അതായത് നീ പെയിൻ, സെർവിക്കൽ ഇഷ്യൂസ്, ഷോൾഡർ പെയിൻ, ഇതൊക്കെ എല്ലാം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ബോൺസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ട്രീറ്റ്മെൻറ്റാണ് കൂടുതലും ഇവിടെ ചെയ്യുന്നത്. അന്ന് ഞാൻ വന്ന ഒരു പോളണ്ടിലെ ഒരു സ്പോർട്സ് ഇവിടെ ഉണ്ടായിരുന്നു, പോളണ്ടുകാരനുണ്ടായിരുന്നു, ഒരു ഇന്റർനാഷണൽ ക്ലയന്റ് ഉണ്ടായിരുന്നു. പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് ഡോക്ടറെ കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് കേട്ട്. എന്താണ് എങ്ങനെയാണ് പുള്ളി പോളണ്ടിൽ ട്രീറ്റ്മെൻറ്റ് നിലവിൽ ചെയ്തതാണ്. അപ്പോൾ ചെയ്തിട്ട് പുള്ളി സാറ്റിസ്ഫൈഡ് ആയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 മന്ത് പുള്ളി ട്രീറ്റ്മെൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മെത്തേഡ് കണ്ടപ്പോൾ പുള്ളിക്ക് ഫസ്റ്റ് ടൈം തന്നെ നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ എനിക്കൊരു 2-3 തവണയും കൂടി ഇവിടെ വന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ്, പക്ഷേ എങ്കിലും പുള്ളി വന്നു. അതായത് എനിക്കൊന്ന് അങ്ങനെ ഒന്ന് ചെയ്യണം, അതായത് അങ്ങനെ ചെയ്യാൻ പാടില്ല, പക്ഷേ പുള്ളിനെ സംബന്ധിച്ച് അത് ചെയ്യാം. കാരണം പുള്ളിയുടെ ബോഡി അത്രയും സ്ട്രോങ് ആണ്, അതുകൊണ്ട് നമുക്ക് ചെയ്യാം, കുഴപ്പമില്ലാത്തതുകൊണ്ട്. അതാണ് ഹെൽത്തി. അപ്പോൾ അതുകൊണ്ട് അത് വീക്ക്ലി ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ചെയ്യാം. അത് ഹാർഡായിട്ടല്ല, നമ്മൾ ചെയ്ത പ്രോസസ്സിങ് തന്നെ സെയിം ചെയ്യില്ല, അത് മാറ്റിയാണ് പുള്ളിക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഈ ബാക്കിൽ വരുന്ന ഹെഡിൻ്റെ ബാക്കിൽ വരുന്ന സിവിയർ പെയിനും ഇല്ലെങ്കിൽ നമ്മുടെ ഷോൾഡറിൽ വരുന്ന പെയിൻസും ഇല്ലെങ്കിൽ നമ്മുടെ ബാക്ക് പെയിൻസും എല്ലാം ബേസ്ഡ് ഓൺ നമ്മുടെ ഈ പോസ്റ്റർ കറക്ഷൻ ചെയ്താൽ മാറുന്ന ഡോക്ടർ പറയുന്നത് ഒരു 85% അത് ചെയ്തതിന് മാറും തീർച്ചയായിട്ടും. അത് നമ്മൾ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ പറയണതാണ്. അത് ഇത്രയും ചെയ്തിട്ട് നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ഓൺലൈനിൽ നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ബോഡി ഇങ്ങനെ വലിച്ചിട്ട് സ്ട്രെങ്ത് ചെയ്ത് നമ്മുടെ പൊസിഷൻ ചെയ്യുക. ഇപ്പോൾ ഓൺലൈനിലാണ് ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് ഉള്ളതെന്ന് തോന്നുന്നത്. കാരണം ഡെയിലി ഓരോ ഇൻഫർമേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പറയാം അത് കഴിക്കാൻ, നാളെ പറയാം അത് കഴിക്കരുത്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ പോസ്റ്റ് കറക്ഷൻ അങ്ങനത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചാൽ പോസ്റ്റ് കറക്ഷൻ വർക്ക് ചെയ്യാം. ചില ആൾക്കാർക്ക് ഒരു താൽക്കാലിക ആശ്വാസം അത്രേ ഉള്ളൂ. പക്ഷെ പിന്നെ ഇത് അങ്ങനെ ആശ്വാസം ഉണ്ട്, ചിലപ്പോൾ ഇനി അത് ഇല്ലാതെ അവർക്ക് പറ്റില്ല. ഡിസീസ് മാറിയെന്നല്ല, അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് ചെറിയൊരു ആശ്വാസമുണ്ട്. പക്ഷെ അതില്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് നടക്കാൻ കഴിയില്ല സ്ഥിരമായാൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. വേറെ എന്തൊക്കെ സർവീസുകളൂടെ ഉണ്ട് ഇപ്പം ഡോക്ടറിൻ്റെ, എന്തൊക്കെ കൺസൾട്ടേഷൻസ് ഉള്ളത്? ഇപ്പം നമ്മൾ ഓൾ ജോയിൻറ്റ്സ് ഇഷ്യൂസാണ് ഇവിടെ കൂടുതലും നമ്മൾ നോക്കുന്നത്. അത് പോസ്റ്റർ കറക്റ്റ് അല്ലാത്തത് അതാണ്. പിന്നെ ഓർഗൻസിൻ്റെ നമ്മൾ നോക്കും. അത് സ്പൈൻ അലൈൻമെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നമ്മൾ ഓർഗൻസിൻ്റെ സർക്കുലേഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് പോകും. ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാണുന്ന മുട്ട് റീപ്ലേസ് ചെയ്യുന്ന സർജറിയാണ്. അപ്പോൾ അങ്ങനെ ആ സർജറി ചെയ്യാതെ തന്നെ ആ പെയിൻസ് മാറ്റാനുള്ള സർവീസ്? തീർച്ചയായിട്ടും. അങ്ങനത്തെ ഒരു പേഷ്യൻ്റ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഉണ്ട്. അതായത് ഒരു 3-4 ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു സർജറിയാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഈ അലൈൻമെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് തന്നെ അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്തിരി വെയിറ്റുള്ള ആളാണ്, നല്ല ഒബേസിറ്റി ഉള്ള ആളാണ് ആൾ, പക്ഷേ നല്ല റിസൾട്ടാണ് പുള്ളി. എവിടെ ചെന്നിട്ടും സർജറി തന്നെ പറഞ്ഞത്, പക്ഷേ നമ്മളിത് അതല്ലാതെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ക്ലിയറായി. ഞാൻ നമ്മുടെ ആക്ട് ലൈഫിൻ്റെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് നോക്കിയായിരുന്നു. അത് നോക്കുമ്പം അത് ഭയങ്കര വെയിറ്റുള്ള ആൾക്കാരൊക്കെ ഡോക്ടർ ചുമ്മാ എടുത്ത് പൊക്കുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് സാധിക്കുന്നത്? അത് ഒരു നിങ്ങൾക്കും പറ്റും, അത് എല്ലാവർക്കും പറ്റും. അത് ആ സ്കില്ലൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതൊരു മരുങ്ങാണത്, അത് എക്സ്പീരിയൻസിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണത്. അപ്പോൾ നമ്മൾ ഈ പോസ്റ്റർ കറക്ഷൻ ചെയ്ത് നമ്മുടെ ബോഡി ടൈപ്പും എല്ലാം ശരിക്കും മാറുമെന്ന് ഡോക്ടർ പറഞ്ഞു. തീർച്ചയായിട്ടും. അത് ഇപ്പോൾ ഒരു തീരെ വയ്യാതെ വരുന്ന ആളെ നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു ഓട്ടോയിലേക്ക് കയറ്റിക്കൊണ്ട് വരുന്ന ആളെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ബാക്ക് പെയിനായിട്ട് നമുക്ക് ആളെ നടത്തി വിടാം, നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അത് 1 ടൈമിൽ തന്നെ നമുക്ക് റിസൾട്ട് കൊടുക്കാം. എന്നാൽ ചില ആൾക്കാർക്ക് നമുക്കത് ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ ബോൺസൊക്കെ സ്ക്രാച്ച് വീണിട്ടുണ്ടെങ്കിലോ പൊട്ടലുണ്ടെന്നുണ്ടെങ്കിലോ നമുക്കിത്
ചെയ്യാൻ കഴിയില്ല. നമ്മളെല്ലാവരും ഇപ്പോൾ ഭയങ്കര പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന ആൾക്കാർ എല്ലാ പേരിലും അത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് അതിൽ തന്നെ വരുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഈ തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ ഇഷ്യൂസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെ ഇതിൽ കണക്റ്റഡ് ആണോ ഡോക്ടർ? തീർച്ചയായിട്ടും ഈ സ്പൈൻ റിലേറ്റഡ് ആയിട്ടും നമുക്ക് എന്താണ് ഇത് നമുക്ക് മൈഗ്രെയിൻ അതുപോലെ തന്നെ കൂടുതൽ പ്രയാസങ്ങൾ നമുക്ക് വരും. സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഇതൊക്കെ ഉണ്ട്. അതായത് സ്പൈനിൽ വെർട്ടിബ്ര മിസ്അലൈൻമെൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ സെൻസ് ഓർഗൻ, അതായത് ഐ, നോസ്, മൗത്ത്, ടീത്ത് ഇതിനൊക്കെ നമുക്ക് എന്താണ് പ്രയാസങ്ങൾ വരും. അതിൽ പെട്ടാണ് നമുക്ക് മൈഗ്രെയിൻ. അതല്ലാതെ വരുന്ന മൈഗ്രെയിനും ഉണ്ട്. പല മെത്തേഡിലും നമുക്ക് തലവേദന വരുന്നുണ്ട്. ഇതിപ്പോൾ ഓർഗൻസിൻ്റെ സർക്കുലേഷൻ കറക്റ്റ് അല്ലെങ്കിൽ പോലും നമുക്ക് തലവേദന വരാറുണ്ട്. ഓക്കെ. അപ്പം അത് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റിൽ അത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഇതല്ല വേറെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഉള്ളത്? ഇവിടെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഓൾ ജോയിൻറ്റ്സ് ആണ്. അതായത് സെർവിക്കൽ സ്പോണ്ടിലോസിസ് സിവിയറായിട്ട് വരുന്നതാണ്. സെർവിക്കൽ സ്പോണ്ടിലോസിസ്, സിവിയർ ബാക്ക് പെയിൻ, ബൾജ്, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ, നീ പെയിൻ, ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ കൂടുതൽ. സ്പോർട്സ് ഇഞ്ചുറി ഒക്കെ നമുക്ക് സ്പോർട്സ് ഇഞ്ചുറി ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനൊന്നും സ്ക്രാച്ച് വരാൻ പാടില്ല. സ്ക്രാച്ച് അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. സർജറി ഇല്ലാതെ നമുക്ക് എല്ലാ പെയിൻസും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും. അപ്പോൾ അന്ന് എനിക്ക് എന്നാൽ ഇലക്ട്രിക് അത് നമ്മൾ നിങ്ങൾക്ക് ഒരു അന്ന് കഴുത്തിന് ചെറിയ ഇഷ്യൂസ് ആയിട്ട് നമ്മൾ വന്നു. അപ്പോൾ സ്പൈൻ വെർട്ടിബ്രയിൽ ചെറിയ മിസ്അലൈൻമെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ ആ സ്പൈൻ മിസ്അലൈൻമെന്റ് ഉള്ള കറക്റ്റ് സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. നമ്മൾ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നോക്കിയപ്പോൾ അത്രയും പെയിൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ആ ഒരു ഇൻഫർമേഷൻ, അതായത് സർക്കുലേഷൻ ഒന്ന് നടക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്. പിന്നെ ഇലക്ട്രിക് നീഡ്ലിംഗ് നിങ്ങൾക്ക് തന്നു. ആ സർക്കുലേഷൻ നടക്കുമ്പോൾ ആ ഇനിയും കുറവും അവിടെ കിടക്കുന്ന ഒരു ചെറിയൊരു പെയിൻ, ഗ്യാസ് ഫോം ചെയ്തേക്കും പോകാൻ വേണ്ടിയിട്ടാണത് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് വൈറ്റ്ലയിലാണ് അല്ലേ? അതെ, വൈറ്റ്ല. ഡോക്ടർ ഇപ്പം ഭയങ്കര ഹെൽത്തി, ഇപ്പോഴത്തെ ജനറേഷൻ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. അവരിപ്പോൾ ജിമ്മിലാണെങ്കിലും അല്ലെങ്കിൽ ഫൈറ്റിംഗ് അല്ലെങ്കിൽ ബോക്സിങ്ങിലും മറ്റാണ് ഒരുപാട് ആക്ടിവിറ്റികൾ ചെയ്യുന്നുണ്ട് അല്ലേ? ഇതൊക്കെ ഒരുപാട് ചെറിയ മസിൽ ഇഞ്ചുറീസും ഇതുപോലത്തെ ഓരോ ഇഷ്യൂസ് വരാനും സാധ്യതയുണ്ട്. അപ്പം അവർക്കെല്ലാം ഈ പോസ്റ്റർ കറക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? എന്നാൽ ചില ആൾക്കാർക്ക് അത് ഇമ്പോർട്ടൻ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന പൊസിഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ഇഷ്യൂസ് വരുന്നത്. ഞാൻ മിക്ക ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇവിടെ വരുന്നവരടുത്ത് ജിമ്മിൽ പോണവരുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് പൊസിഷനിൽ ചെയ്യണം. ഇപ്പോൾ ഒരു ചെറിയൊരു മെത്തേഡ് തന്നെ ഞാൻ അവർക്ക് ചിലപ്പോൾ ബെഞ്ച് പ്രസ്സൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. ഇങ്ങനെ കൈ പോകാൻ പാടില്ല. അങ്ങനെ ഇപ്പോൾ കൈ പാരലായിട്ട് പോകുന്നതിന് വരും ചിലപ്പോൾ കുറച്ച് താഴത്തേക്ക് കൂടുതൽ ഡൗൺ ആവും. അപ്പോൾ നമുക്കവിടെ ഷോൾഡറിന് ഇഷ്യൂസ് വരും. അപ്പോൾ അവരുടെ അടുത്തൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ ഞാൻ ഇങ്ങനെ പറയും. കൂടുതലും ഈ ജിമ്മിലുള്ള ആൾക്കാർ കൂടുതലും ഇവിടെ വരുന്നുണ്ട്. അത് ഈ പറഞ്ഞിട്ട് പോസ്റ്റർ കറക്റ്റ് അല്ലാതെ ചെയ്തിട്ടാണ് ഇവിടെ കൂടുതലും വരുന്നത്. ഓക്കെ. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണെന്നല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യണം. അതായത് ജിമ്മിൽ ആ വെയിറ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അവർ അപ്പോൾ തന്നെ പോകും. ഇത് കഴിഞ്ഞിട്ടാണെന്ന് നമ്മളവിടെ ആ മസിലൊക്കെ ഒന്ന് റിലീഫ് ചെയ്യണം, ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും അൻവർ ഭായ് ഭയങ്കര അടിപൊളി ഇൻഫർമേഷൻസ് ആണ് തന്നതെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അൻവർ ഭായിയുടെ ഹോസ്പിറ്റലുള്ളത് നമ്മുടെ വൈറ്റ്ലയിലാണ്. ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് വളരെ കോൺഫിഡൻ്റായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അൻവർ ഭായ്. അപ്പോൾ അൻവർ ഭായ് ഓൾ ദി ബെസ്റ്റ്. ഇനിയും അടിപൊളിയാകട്ടെ. ഇനി ഒരുപാട് ആൾക്കാരുടെ വേദന മാറ്റി കൊടുക്കാൻ പറ്റട്ടെ. താങ്ക് യു. പോകുന്നതിന് മുമ്പേ നമുക്ക് അന്ന് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ചെറിയ മിസ്അലൈൻമെന്റ് ഒക്കെ ഉണ്ടായി. അത് നമുക്കിപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്യാം. നമുക്കത് ഉഷാറാക്കാം. നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം ഇത് കാല് കണ്ടോ, കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 1 ഇഞ്ചോളം വ്യത്യാസമുണ്ട് നമ്മുടെ ലെഫ്റ്റ് ലെഗ് മാറി കിടക്കുന്നത്. ഓക്കെ, കൈ ബാക്കിലേക്ക് വെച്ചു. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പുഷ് ചെയ്യുമ്പോൾ നല്ല പെയിൻ ഉണ്ടാവും, പെയിൻ ഉണ്ട്. പക്ഷെ ഇവിടെ അത്രയും പുഷ് ചെയ്യുമ്പോൾ ഇവിടെ പെയിൻ ഇല്ല. നോക്കി, ഇവിടെ നല്ല പെയിനാണ്. ഇപ്പം നിങ്ങളുടെ ഈ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഞാൻ പുഷ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് പെയിൻ വരുന്നത്. നോക്കി, ഉണ്ട്, കറക്റ്റായിട്ട് പറഞ്ഞു അത് കേട്ടോ. കേട്ടോ, പെയിൻ ഉണ്ടാവും. നോക്കി, പെയിൻ ഉണ്ട്. ഓക്കെ 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 ഇതൊക്കെ ഇവിടെയൊക്കെ പെയിനാണേ. ഓക്കെ, ഞാൻ വെറുതെ പുഷ് ചെയ്യണുള്ളൂ. ഓക്കെ, ഇനി ഞാൻ അപ്പുറത്തെ സൈഡിൽ ഇത്തിരി കൂടി പവർ കൊടുത്ത് പുഷ് ചെയ്യണേ. ഇപ്പോൾ താഴത്തുനിന്ന് തന്നെ പുഷ് ചെയ്യണേ. നോക്കി, നിങ്ങൾക്ക് പെയിൻ ഉണ്ടോ? ഇവിടെ പെയിൻ കാണില്ല. കണ്ടോ, പെയിൻ ഉണ്ട്. കറക്റ്റായിട്ട് പറഞ്ഞോട്ടോ, പെയിനുള്ള സ്ഥലം ഇവിടെയും കാണില്ല. നോക്കി, പെയിൻ ഉണ്ടാവും. നോക്കി, കറക്റ്റായിട്ട് പറഞ്ഞു. അപ്പുറത്തെ ഇതിൽ വെച്ച് പെയിൻ ഉണ്ട് ഇവിടെ?
പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓക്കെ വെറുതെ കാണിച്ചു തരാം. വെറുതെ ബലം പിടിക്കണ്ട, കണ്ട വെറുതെ തൊട്ടാൽ മതി. തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പെയിനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫുൾ ബോഡി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കഴുത്ത്, നടു, കൈ, കാല് കംപ്ലീറ്റ് നമ്മളിത് ചെയ്യാൻ മതി. കംപ്ലീറ്റ്. ആ, അപ്പോൾ ഒന്ന് നേരെ ആദ്യമേ നമുക്കൊന്ന് ഇരുന്നിട്ട് വേണം ചെയ്യാൻ. ഓക്കെ. പേടിക്കാൻ വേണ്ട, ചെറിയൊരു ക്രാക്കിങ്ങിൻ്റെ ഒരു സൗണ്ട് വരും. ഓക്കെ, കൈ ഞാൻ ലൂസാക്കിയിട്ടില്ല. ഓക്കെ, ലൂസാക്കിട്ടോ, ഫ്രീ ആണ്, ഫ്രീ ആണ്. ഓക്കെ, യെസ്, ഓക്കെ. ഫ്രീ. വാവ്, സൂപ്പർ. എല്ലാവരും സൗണ്ട് നമ്മൾ വെറുതെ ഉണ്ടാക്കണം എന്നാണ് വിചാരം, പക്ഷേ ഇത് കറക്റ്റായിട്ട് ഇതിന്. ഓക്കെ ഓക്കെ, ഒന്ന് കഴുത്ത് നോക്കട്ടെ. ഇപ്പോൾ ഇവിടെ ആ ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട്, അത് പൂർണ്ണത വന്നിട്ടില്ല കേട്ടോ. സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴേ, അത് റബ്ബ് ചെയ്യുമ്പോഴേ, അത് ഏത് പൊസിഷനിലാണ് ചെയ്യേണ്ടത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. വെറുതെ ഒന്നും ആരും ചെയ്യാൻ പാടില്ല, മനസ്സിലായി? നമ്മൾ ഇവിടുത്തെ ഈ പൊസിഷനിൽ നമുക്ക് ഒരു പല സൈസ് നമുക്ക് ഇവിടെ കഴുത്തിൻ്റെ നമുക്ക് ക്രാക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പറ്റിയ മെത്തേഡ് ആണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും ഇതുപോലെ സെയിം ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രീ ആയിട്ടാണ്. ഓക്കെ 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 ഓക്കെ. ഫ്രീ ബലം പിടിക്കണം കേട്ടോ. ഫ്രീ ആണ്. ഓക്കെ, സുഖം കേട്ടോ. ആ ഓക്കെ. കഴുത്തൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച്. ഫ്രീ അല്ലേ? ഫ്രീ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഒന്ന് എണീക്കാമോ? ഓക്കെ. എന്തോരം ഉണ്ട് വെയിറ്റ്? എന്തോരം ഉണ്ട് വെയിറ്റ്? ഒരു 875. ഓക്കെ, ഫ്രീ ആയിട്ടാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. എൻ്റെ കൈയുടെ മുകളിൽ നിന്ന് കൈ വെച്ച് ഇവിടെ. ഓക്കെ, കാലവിടെ തന്നെ ചോട്ടോ. യെസ് 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 യെസ്. ഓക്കെ 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 ഓക്കെ. ഇനി അടുത്തുണ്ട്. ഒന്ന് ലിഫ്റ്റ് ചെയ്യണേ. യെസ്, ഫ്രീ ആണ് കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, എൻ്റെ കൈ ഒന്ന് പിടിച്ചു. ഓക്കെ, കാലൊന്ന് താഴത്തേക്ക് മടക്കി. ഇനി പോട്ടെ. യെസ്, കിടന്നു. ഓക്കെ, ഒന്ന് വാക്ക് ചെയ്തേ. ഈ കാലം കുറച്ച് ലെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിത് കഴിയുമ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ബലം പിടിക്കണ്ട കേട്ടോ. ഫ്രീ ആണേ. സൂപ്പർ. നേരെ സ്ട്രൈറ്റ്. ഓക്കെ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. വാവ്, ബലം പിടിക്കണ്ട കേട്ടോ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. കഴിഞ്ഞു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബലം പിടിക്കല്ലേ. ഒന്നുകൂടി. ബ്രീത്ത് ഔട്ട്. ഒന്നുകൂടി. ബ്രീത്ത് ഔട്ട്. നമ്മൾ നേരത്തെ നോക്കിയപ്പോഴേ കാലിൻ്റെ ലെങ്ത് ഈ പറഞ്ഞിട്ട് 1 ഇഞ്ചോളം വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലേ? അതേപോലെ തന്നെ നമ്മൾ കമത്തിയിട്ടിട്ട് എന്താ സ്പൈൻ്റെ ഇതിൽ പുഷ് ചെയ്തപ്പോൾ നല്ല പെയിൻ ആയിരുന്നു അല്ലേ? നമുക്കപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒന്ന് കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വായോട്ടോ. ഞാൻ നേരെ കാലൊക്കെ സ്ട്രൈറ്റ് ചെയ്ത് വെച്ചോട്ടോ. മുട്ടുകാല് കംപ്ലീറ്റ് സ്ട്രൈറ്റ് ചെയ്ത് വെച്ചോട്ടോ. ഓക്കെ അല്ലേ? വളച്ചൊന്നും വെക്കണ്ട, നേരത്തെ വെച്ചാണല്ലോ. ഇപ്പൊ കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ഓക്കെ. പണ്ട് ഡോക്ടറായിട്ടുള്ള എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കര അടിപൊളി തെറാപ്പി ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ശരിക്കും നമ്മുടെ ബോഡി മാത്രമല്ല മൈൻഡും ഒക്കെ ഭയങ്കരമായിട്ടൊരു റിഫ്രഷ് ആയൊരു ഫീലുണ്ട്. ശരിക്കും നമ്മൾ പണ്ട് ഞൊട്ടയൊക്കെ ഇടുമ്പോൾ ബോഡി മൊത്തം ഇത്രയും ഞൊട്ടണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഡോക്ടർ താങ്ക് യു. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൽ നിങ്ങളുടെ മിസ്അലൈൻമെന്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഫുള്ള് ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളൊരു സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഇനി ബാലൻസ് ആയി. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇനി ലെങ്ത് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ലെങ്ത് വ്യത്യാസമൊന്നുമില്ല. നമുക്കൊരു 1 വീക്ക് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എന്തെങ്കിലും പ്രയാസം ഉണ്ടോ. എന്തായാലും 1 വീക്ക് കഴിഞ്ഞാൽ. താങ്ക് യു ഡോക്ടർ. ഓക്കെ.